യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാർ ഒരു 14,400 കൊടുക്കുമ്പോൾ പൈസ കൂടുതലുള്ള BJP ഗവൺമെന്റിന് ഒരു കൃഷിക്കാരന് ഒരു 25,000 രൂപയെങ്കിലും കൊടുത്തൂടെ? ഈ 2,000 രൂപ ഇലക്ഷന് മുമ്പേ കിട്ടിയാൽ ബാക്കി 4,000 പിന്നെ എപ്പോൾ കിട്ടാൻ? പിന്നെ ഇവരെ തിരികത്തിച്ച് നോക്കിയാൽ കാണാൻ പോകുന്നില്ല. ഈ സന്ദർഭത്തിലാണ് ഇടതുപക്ഷ സർക്കാർ സാമൂഹ്യ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യക്ക് മാതൃക കാണിച്ച് പ്രവർത്തിക്കുന്നത്. അങ്ങനെ വിഷു വരുമ്പോൾ എല്ലാ വീട്ടിലും സന്തോഷമായിരിക്കും. 51 ലക്ഷം വീട്ടിൽ 5,600 രൂപ അങ്ങോട്ട് കിട്ടും. വിഷു സന്തോഷമായിട്ട് ആഘോഷിക്കാം. മുസ്ലിം ലീഗുകാരനും ആഘോഷിക്കാം, എല്ലാ പാർട്ടിക്കാർക്കും ആഘോഷിക്കാനുള്ള അവസരം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഉണ്ടാക്കി. ഇങ്ങനെ വികസനത്തിൻ്റെ മുഖം അത് പാവപ്പെട്ട വീടുകളിലേക്ക് എത്തിക്കുന്ന ഒരു സർക്കാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. കേരളത്തെ സംബന്ധിച്ച് മതനിരപേക്ഷത, ജനാധിപത്യം, അടിസ്ഥാനപരമായ ഈ സംവിധാനത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം കേരളത്തിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ മതിപ്പുളവാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഇടതുപക്ഷ മുന്നണി സർക്കാരിനെ ഇല്ലാതാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി RSSകാർ കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഈ സംവിധാനത്തെ തകർക്കണമെന്നാണ്. അതിനുവേണ്ടി നരേന്ദ്രമോദിയും അമിത്ഷായും ഓരോ മാസവും കേരളം സന്ദർശിച്ചുകൊണ്ടിരുന്നു. ഇനിയിപ്പോൾ ഒരാഴ്ചയിൽ അവരിങ്ങോട്ട് വരാൻ പോകുന്നു എന്നതാണ്. നരേന്ദ്രമോദി കൊല്ലത്ത് വന്ന് പ്രസംഗിച്ച് നിങ്ങൾ കേട്ടില്ലേ? കേരളത്തിൽ BJP ഭരിക്കും എന്നാണ്. ഇത് നരേന്ദ്രമോദിക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, കേരളത്തിൽ BJP ഭരിക്കുമെന്ന്. ഇവിടെ BJP ഭരിക്കും എന്നും ഇത്തവണ ഇതിന് തുടക്കം കുറിക്കുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിരിക്കുന്ന നരേന്ദ്രമോദി കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റ് ഇത്തവണ BJPക്ക് കിട്ടുമോ? ഒരു സീറ്റും BJPക്ക് ഇത്തവണയും കിട്ടാൻ പോകുന്നില്ല. ഇത്തവണയും BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല. അവസാനം ആ മിസോറാമിലെ ഗവർണറായിട്ട് കിടക്കുന്ന കുമ്മനം രാജശേഖരനെ ഐസ്വാളിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തിരിക്കുകയാണ്. ഇവിടെ വേറെ ആരും ഇല്ല എന്നുള്ള തോന്നലിലാണ് മിസോറാമെന്ന് ഗവർണറെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. മിസോറാമിലെ ഗവർണറല്ല, സാക്ഷാൽ നരേന്ദ്രമോദി കേരളത്തിൽ മത്സരിച്ചാലും ഒരു സീറ്റിലും BJP കേരളത്തിൽ ജയിക്കാൻ പോകുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസമുണ്ട്. കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും മത്സരം നടക്കുന്നത് LDFും UDFും തമ്മിലാണ് ഇവിടെ മത്സരം നടക്കുന്നത്. ഈ പോരാട്ടത്തിൽ ഇടതുപക്ഷം തന്നെ ജയിക്കണം. ഇടതുപക്ഷം ജയിക്കാതെ പോയാൽ കോൺഗ്രസ്സുകാരെ വിശ്വസിച്ചുകൂടാ. കാരണം ജയിക്കുന്ന കോൺഗ്രസ്സുകാരൻ അവിടെ എത്തിയാൽ BJP ആവും. ഇന്ന് ഞാൻ വരുമ്പം കിട്ടിയ വാർത്ത എന്താണെന്നറിയോ? ഒരു ടോം വടക്കൻ BJP ചേർന്നു എന്നാണ്. വടക്കനെ കേട്ടിട്ടുണ്ടോ? എപ്പോഴും ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് കോൺഗ്രസിന് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്ന വടക്കനും പോയി BJPയിലേക്ക്. ഗുജറാത്തിൽ നിന്ന് 5 കോൺഗ്രസ് MLAമാരാണ് മെനഞ്ഞാന്ന് മാറി അപ്പുറത്ത് ചേർന്നിരിക്കുന്നത്, BJP ചേർന്നിരിക്കുന്നത്. 5 കൊല്ലത്തിനിടയിൽ കോൺഗ്രസിൽ നിന്ന് 200-ൽ പരം MLAമാരാണ് BJP ചേർന്നിരിക്കുന്നത്. നിങ്ങളറിയോ, ഇന്നത്തെ പാർലമെൻറ്റിലുള്ള BJPയുടെ 272 MPമാരിൽ 183 പേർ മുമ്പത്തെ കോൺഗ്രസ് നേതാക്കന്മാരാണ്. കോൺഗ്രസിന് തനിച്ച് ഏറ്റവും വലിയ കക്ഷിയായി തീർന്ന ഗോവ മന്ത്രിസഭ ഉണ്ടാക്കിയതാരാ? BJPയാണ്. അരുണാചൽ പ്രദേശ് ഒറ്റകക്ഷി കോൺഗ്രസ്, മന്ത്രിസഭ ഉണ്ടാക്കിയത് BJP. അരുണാചൽ പ്രദേശിൽ 60-അംഗ നിയമസഭയിൽ 34 കോൺഗ്രസ്സുകാരാണ് ജയിച്ചത്. ഈ 34 ജയിച്ച കൂട്ടത്തിൽ 31 കോൺഗ്രസ്സുകാരും BJP ചേർന്നു. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി അവിടെ BJPയുടെ മുഖ്യമന്ത്രിയായി. ഒരാൾ ചേരാൻ ബാക്കിയുണ്ടായിരുന്നു, അയാൾ മെഞ്ഞാന്ന് അയാളും ചേർന്നു BJP. ഈ കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ട് കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പിൽ വിശ്വസിച്ചുകൂടാ. ഇന്നലത്തെ കോൺഗ്രസ്സാണ് ഇന്നത്തെ BJP. കഴിഞ്ഞ ദിവസം പത്രത്തിൻ്റെ ഹെഡിങ് അതായിരുന്നു, ഇന്നലെ കോൺഗ്രസ് ഇന്ന് BJP എന്ന്. ഈ കോൺഗ്രസ്സുകാരാണ് BJP രാജ്യത്ത് അധികാരത്തിൽ കൊണ്ടുവരുന്നത്. ഇത്തരം നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസ് മുന്നണിയാണ് ഈ കേരളത്തിലെ ഇന്ന് മുന്നണി UDF എന്ന് പറയുന്നത്. ഈ കോൺഗ്രസ് എടുക്കുന്ന ഏത് തീരുമാനത്തിന് കൂട്ടു നിൽക്കുന്നൊരു കക്ഷിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതാണല്ലോ മുത്തലാഖ് ബിൽ അവതരിപ്പിച്ചപ്പോൾ കോൺഗ്രസ് പറഞ്ഞു വാക്കൗട്ട് ചെയ്യണം. ഇടതുപക്ഷ MPമാർ
അവിടെ എതിർത്ത് വോട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നു. അത് മനസ്സിലാക്കി അവിടെ ഇരിക്കാൻ പോലും അവർ തയ്യാറായില്ല. കോൺഗ്രസ് വാക്കൗട്ട് തീരുമാനിച്ചപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി അദ്ദേഹവും കോൺഗ്രസിൻ്റെ കൂടെ വാക്കൗട്ട് ചെയ്തു. കോൺഗ്രസ് എന്താണോ തീരുമാനിക്കുന്നത് അതേ മുസ്ലിം ലീഗിന് നടപ്പാക്കാൻ കഴിയൂ എന്ന് ഈ പ്രശ്നത്തിൽ തെളിഞ്ഞില്ലേ? ഇങ്ങനെ ഏത് പ്രശ്നത്തിലായാലും കോൺഗ്രസിൻ്റെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ വിധിക്കപ്പെട്ട മുസ്ലിം ലീഗിന് മതന്യൂനപക്ഷങ്ങളുടെ താല്പര്യം പോലും സംരക്ഷിക്കാൻ സാധിക്കില്ല. ഈ സാഹചര്യത്തിലാണ് ഇടതുപക്ഷ പ്രസ്ഥാനം മതനിരപേക്ഷതയ്ക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പോരാടിക്കൊണ്ടിരിക്കുന്നത്. RSSനെതിരായ പോരാട്ടത്തിൽ ജനങ്ങൾ വിശ്വസിക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തെയാണ്. നെഞ്ചു കൊടുത്തുകൊണ്ട്, ചോര കൊടുത്ത്, ജീവൻ കൊടുത്ത് RSSനെതിരെ പോരാടുന്ന ഇടതുപക്ഷമാണ് ഇന്ന് ജനങ്ങൾ BJPക്കെതിരായ മുന്നേറ്റത്തിൽ അവരുടെ പ്രസ്ഥാനമായി ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ വലതുപക്ഷ മുന്നണിയിൽ നിൽക്കുന്നവരുടെയും വോട്ട് ഇത്തവണ ഇടതുപക്ഷത്തിന് നൽകണം.